അതായത് 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ടാബി വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. കിടിലം പ്രൈസ് പറഞ്ഞാൽ കിടിലം പ്രൈസാണ്. ഈ ഒരു ഐറ്റം TDRS സ്പെക്കിൽ നമുക്ക് ഫിസിക്കലായിട്ട് സിം ഇടാനും പറ്റും, അതേപോലെ തന്നെ ഇ സിം ഓപ്ഷനും ഉണ്ട്. രണ്ടും നമുക്കിതിൽ വരുന്നുണ്ട്. പ്രൈസ് വളരെ കുറവാണ്. 16 സീരീസിനൊക്കെ USA സ്പെക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. സാംസങ് മക്കളെ വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ നിന്ന് തരംഗായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഐഫോണിൻ്റെ എയർ, iPhone 70 Pro Max. ഹലോ മനസ്സാമറേ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ iPhone 70 സീരീസ് വന്നിട്ടുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ആ നെയിം ബോർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും iCatsൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ ബർദുബായ് ആൽഫ സ്ട്രീറ്റിലാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത്. ഞാൻ എന്തായാലും ഷോപ്പിലേക്ക് കയറിയിട്ട് നമ്മുടെ 70 സീരീസ് വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും, അതായത് നമ്മുടെ പൊതുവേ ചോദിക്കുന്നൊരു സംഭവമാണ് 16 സീരീസിന് പ്രൈസ് കുറയോ, അതേപോലെ തന്നെ 70 സീരീസിന് പ്രൈസ് അറിയാൻ ഒരുപാട് പേർക്ക് ആകാംക്ഷ ഉണ്ടാവും. അപ്പോൾ അത് ഇന്ന് നമ്മൾ പറയില്ല എന്നൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഹായ് ബ്രോ, എന്തൊക്കെ വിശേഷം? ഇവിടെ കംപ്ലീറ്റ് ടീംസ് ഇവിടെ ഉണ്ട്. പിന്നെ ജസ്റ്റ് നിങ്ങൾ കണ്ടോളി നമ്മുടെ 70 സീരീസ്. ഓൾ ഗുഡ് മാൻ. അവനവിടെ കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് കസ്റ്റമേഴ്സിനെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഓക്കെ, നമ്മുടെ ഐഫോണിൻ്റെ എയർ, പിന്നെ iPhone 70 Pro Max, അതേപോലെ തന്നെ നമ്മുടെ ബ്ലൂ കളർ വേറെ ഒന്നും ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ റീൽ ഓൾറെഡി കുറേ ഇട്ടിരുന്നു. നമ്മൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇട്ടിരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ഓരോന്നിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും പറയുന്നതായിരിക്കും. മച്ചാൻ ഇവിടെ പ്രൈസ് കംപ്ലീറ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് കുറയില്ലേ? ஹலோ மக்களே, இன்னைக்கு நம்ம வந்திருக்கிறது iCatsல நம்ம அக்பர் சபீர் ப்ரோ அவங்களோட தான் இந்த வீடியோ ஃபுல்லாக நம்ம ட்ராவல் பண்ண போகிறோம். ஸோ உங்களுக்கு எல்லா டீட்டெயிலுமா சொல்ல போகிறாப்ல. ஸோ தொடர்ந்து வீடிയോ കണ്ടിന്യൂ പാരുங்க മക്കളെ. അപ്പോൾ ഹമീദ് ബ്രോനോട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രോ പറയാൻ പറഞ്ഞതാണ്. ബ്രോ ഇവിടെ നമ്മൾ കഴിഞ്ഞ, അതായത് റീൽസിലാണ് തോന്നുന്നത്, നമ്മൾ റീൽസിൽ പറഞ്ഞില്ല, റീൽസ് കാണുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ മുന്നത്തെ ഒരു റീൽസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഇൻട്രോ ഇങ്ങനെ തന്നെ തുടങ്ങട്ടെ എന്ന് വിചാരിച്ചു. ഇല്ല, കാരണം നമ്മുടെ 70 സീരീസ് വന്നാണ്. അപ്പോൾ ബാക്കിയുള്ള പ്രൈസ് ഡീറ്റെയിൽസ് നമ്മുടെ ബ്രോ പറഞ്ഞുതരും അല്ലേ? നെരുപ്പ് നിഹാല്. ഓക്കെ, അപ്പൊ എന്തായാലും ബാക്കിയുള്ള എല്ലാത്തിനും പ്രൈസും ഡീറ്റെയിൽസ് നിങ്ങൾ കേട്ടോളൂ. നമുക്ക് ഫസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഞാൻ ബ്രോ നമുക്ക് 13 ഓക്കെ, ബേസിക് ആയിട്ടുള്ള 13 തുടങ്ങാം. 13ന്റെ പ്രൈസ് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വലിയ വേരിയേഷൻ ഉണ്ടാവില്ല, കാരണം ചെറിയ മോഡലാണ്. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം, കാരണം നമ്മുടെ ടോപ്പ് മോഡൽസ് വരുമ്പോൾ നല്ല പ്രൈസിൽ, അതായത് നമ്മുടെ നാട്ടിലത്തെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ iPhone 70 സീരീസ് തന്നെ നിങ്ങൾ എടുത്ത് നോക്കി, നാട്ടിലത്തെ പ്രൈസ് ഇവിടുത്തെ പ്രൈസും ഏകദേശം 30,000 റുപ്പീസിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അത്രയും നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ലാഭമാണ്. നാട്ടിലേക്കൊക്കെ പോകുന്ന പ്രവാസികളുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഓപ്ഷനാണ്. പിന്നെ പ്രവാസികളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ടാബി വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെടുത്തുള്ള ഫോൺ, ഇപ്പോൾ പഴയ ഏത് ഫോണാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. എന്നാൽ ഫസ്റ്റ് 13,128 ഇതിന്റെ പ്രൈസ് പറഞ്ഞു 1600 നല്ല ബെസ്റ്റ് പ്രൈസ് തന്നെയാണ്. പിന്നെ ആണെങ്കിൽ ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ മറ്റേ ബിഗ് ബില്യൺ സെയിലും ഫ്ലിപ്കാർട്ടിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഇപ്പോഴത്തെ സെയിലാണ്. ചിലപ്പോൾ നിങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ട് പ്രൈസ് കമൻറ്റ് ഇടും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ എന്നുള്ള പ്രൈസാണ്, അത്രയും കുറവിലാണ് നമ്മുടെ ദുബായിൽ കിട്ടുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ ആലോചിക്കുക. അടുത്ത നമുക്ക് 14,128 കൊടുക്കാം. 14,128 നമുക്ക് കൊടുക്കാം. 1850 കൊടുക്കാം. 1850ക്ക് 14,128. അടുത്ത നമുക്ക് 15,128. 15 സീരീസ് 128 ആണെങ്കിൽ 2200 കൊടുക്കാം. 2200 നല്ല ഡിഫറൻറ്റ് വന്നിട്ടുണ്ട്. 15,128 കണ്ടോ? 15,128 എല്ലാ കളേഴ്സും. ഇതിപ്പോ പ്രൈസ് കുറഞ്ഞല്ല നമുക്ക് എല്ലാ പ്രൈസും. ഓക്കെ, 256 വരുന്നുണ്ട്. ഇതിന് 256. ഇതിന്റെ 256 ആണെങ്കിൽ 2550 കൊടുക്കാം നമുക്ക്. 2550. പിന്നെ എല്ലാ കളറാണ്. ഇതിലിപ്പോ ഈ 2 GB മാത്രമേ വരുന്നുള്ളൂ, വേറെ ഉണ്ടോ? 512 GB ആണെങ്കിൽ ജസ്റ്റ് മെസ്സേജ്. 512 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എടുക്കുന്നതിനെക്കാട്ടി നല്ല പ്രോ സീരീസ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ചോദിച്ചത്. ഇനി അതേപോലെ തന്നെ നമുക്ക് 50 വരെ 15 പ്ലസ് ഉണ്ട്. 15 പ്ലസ് 128 ആണെങ്കിൽ 2225ന് 15 പ്ലസ് 128. അടുത്ത നമുക്ക് അടുത്താണെങ്കിൽ അതിന്റെ 256 GB ആണെങ്കിൽ 2825 കൊടുക്കാം. 2825. അടുത്ത നമുക്ക് പിന്നെ 15 Pro Max. അതിപ്പോ എന്താ അവസ്ഥ ഉണ്ടോ സംഭവം? മാർക്കറ്റിൽ ഓൾറെഡി വരുന്നില്ല ഇപ്പൊ, കാരണം അത് ഓൾറെഡി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കമ്പനി ഒഫീഷ്യലായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയാത്തെന്ന് വെച്ചാല് ഇപ്പൊ 16 Pro ആ പ്രൈസിന് നമുക്ക് 16 Pro 256 എടുക്കാം. അയ്യോ, അതാണ്. അതായത് നമുക്ക് നിലവിലിപ്പോ അതിന്റെ ടോപ്പ് മോഡൽ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്തോളി. ഇപ്പോൾ 70 Pro ഇറങ്ങില്ലേ, ഇനി 16 Pro ആരും അങ്ങനെ എടുക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 17 Pro ആ പ്രൈസിന് കിട്ടും. ഏകദേശം ജസ്റ്റ് 100 dirhams 150 dirhams എക്സ്ട്രാ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറയും 100 dirhams 150 dirhams പറയുമ്പോൾ നാട്ടിലത്തെ 2000-3000 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എടുക്കുന്നതാണോ നല്ലത്, ഇപ്പോൾ ഈ പറഞ്ഞ ഇത് എടുക്കുന്നതാണോ നല്ലത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അപ്പോൾ അതുകൊണ്ടാണ്
അപ്പോൾ അതിന്റെ പ്രൈസ് അതുകൊണ്ടാണ് പറയാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലർക്കൊക്കെ ഉണ്ട് അതാണ് ബെസ്റ്റ് എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സാധനം എത്തിച്ചു. ഓക്കെ, അടുത്ത നമുക്ക് 16,128 ആണെങ്കിൽ 2400. 2400 16,128. ഇതിപ്പോ കുറഞ്ഞ ബ്രോ പ്രൈസ് നല്ലോണം ഡ്രോപ്പ് ആയി. 2600 2 മന്ത് മുമ്പ് 1 മന്ത് മുമ്പ്. ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു 15-20 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. അത്രയും പ്രൈസ് കുറവുണ്ട്. കാരണം നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ട് ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതിൽ നമുക്ക് 256 ഉണ്ട്. 256 2800 കൊടുക്കാം. 2800 256 പ്രൈസ്. ഓൾ കളേഴ്സ്, എല്ലാ കളേഴ്സും. അടുത്ത നമുക്ക് കൊടുക്കാം 16 പ്ലസ് ആണ്. 16 പ്ലസ് 128 ആണെങ്കിൽ 2600 കൊടുക്കാം. 2600. പിന്നെ അടുത്ത നമുക്ക് അതിന്റെ 256 ആണെങ്കിൽ 2950 കൊടുക്കാം. 2950 16 Pro TDR വേർഷൻ 128 കൊടുക്കാം. നമുക്ക് 3625 128 16 Pro. മോനെ കിടിലം പ്രൈസ് ആണ്. കിടിലം പ്രൈസ് ആണ്. ജസ്റ്റ് മാർക്കറ്റ് ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി. നമ്മളെ അങ്ങോട്ട് തന്നെ പറയും, നിങ്ങൾ ജസ്റ്റ് മാർക്കറ്റ് ചെക്ക് ചെയ്തിട്ട് വന്നോ എന്ന് ബെസ്റ്റ് പ്രൈസ് ആയിരിക്കും നമ്മളെ. ഓക്കെ, അതായത് നിങ്ങൾക്ക് പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കാം. ജസ്റ്റ് വരെ കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അത്രയും ട്രസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഷോപ്പ് തന്നെയാണ്. ഇതിന്റെ 256 ഉണ്ട്. 4125 256 ആണെന്നുണ്ടെങ്കിൽ അടുത്ത നമുക്ക് അതിന്റെ 512 ആണെങ്കിൽ 4800 കൊടുക്കാം. 4800 512. ഇനി നമുക്ക് ഇതിന്റെ 1 TB പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രൈസ് ഉണ്ടെന്നുണ്ടെങ്കിലും മാക്സ് സീരീസ് എടുക്കാൻ പറ്റണമെന്ന് ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഇനി പ്രോയിൽ 1 TB ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് കിട്ടും. ഇനി നമുക്ക് മാക്സ് സീരീസ് മാക്സ് 256 4300 എല്ലാ കളേഴ്സ്. ഓക്കെ, പിന്നെ അതിന്റെ 512 വരുന്നുണ്ട് 4950. ഇനി അടുത്ത നമുക്ക് അതിന്റെ 1 TB ആണ്. പിന്നെ അത് ജസ്റ്റ് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ നമ്മള്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് 16 പ്രോന്റെ പ്രൈസ് ആണ്. ഇതിൽ നിങ്ങൾ വേറെ സംഭവം കൂടി ആലോചിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം TDRS സ്പെക്കിൽ നമുക്ക് ഫിസിക്കലായിട്ട് സിം ഇടാനും പറ്റും. അതേപോലെ തന്നെ ഈ സിം ഓപ്ഷനും ഉണ്ട്. രണ്ടും നമുക്കിതിൽ വരുന്നുണ്ട്. ഇനി നിങ്ങൾ USA പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വളരെ കുറവാണ്. 16 സീരീസിനൊക്കെ USA സ്പെക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് പ്രൈസിന് തരുന്നതായിരിക്കും. കാരണം ഒരുപാട് പേര് പ്രൈസ് കുറയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ എടുക്കലുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രൈസ് നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. USA വീഡിയോ, അതായത് USA സ്പെക്കിൻ്റെ പ്രൈസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. നമ്മൾ അടുത്ത വീഡിയോ എന്തായാലും ചെയ്തിരിക്കും. 13 Pro Max നമ്മൾ മുന്നേ 12 Pro Max കാണിച്ചിരുന്നു ഇതിന്റെ. ഓക്കെ, അത് അതിന്റെ ശേഷം വന്ന 30 Pro Max റീഫർബിഷ്ഡ് ബോക്സ് ഇങ്ങനെ ഉണ്ട് വരിക. നമ്മൾ മുന്നത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അറിയാം, ആപ്പിളിന്റെ ഒഫീഷ്യൽ റീഫർബിഷ്ഡ് ആണ്. നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും. ഇത് ജസ്റ്റ് റീഫർബിഷ്ഡ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു യൂസ്ഡ് മാർക്കറ്റിൽ പോയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് ഓപ്പൺ ചെയ്തിട്ട് വിൽക്കുന്ന കുറേ ഫോണുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ റീഫർബ് ആണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു അടയാളമാണ്. സ്റ്റാർട്ടിങ് നമുക്ക് F വെച്ചിട്ടാവും തുടങ്ങാം. F വെച്ച് തുടങ്ങുന്നതാണ് റീഫർബിഷ്ഡ്, അതായത് മോഡൽ നമ്പർ F വെച്ച് തുടങ്ങുന്നത്. M ആവുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് സീരിയൽ നമ്പർ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്റ്റീവ് ആണോ നോൺ ആക്റ്റീവ് ആണോ അതും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ 1 year വാറണ്ടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് 30 Pro Max ആണ്. ഇതിന്റെ പ്രൈസ് ആണ് വരുന്നത്. അതിന്റെ പ്രൈസ് ആണെങ്കിൽ 2550 കൊടുക്കാം. 2550 എല്ലാ കളേഴ്സും എല്ലതും. വാവ്, ഇതിൽ നമുക്ക് ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ കളർ ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. കാരണം ഇവിടെ പ്ലെയിൻ ആയതുകൊണ്ട് മനസ്സിലാവില്ല. ഓക്കെ, 14 Pro Max വരുന്നുണ്ട്. 14 Pro Max ആണെങ്കിൽ 3000 കൊടുക്കാം. 3000. അതും റീഫർബിഷൻ ആണ് കേട്ടോ. അപ്പോൾ റീഫർബിഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് അത് സെയിൽ ചെയ്യുന്നത്. അടുത്ത നമുക്ക് 14 Pro ഉണ്ട് 256. അതാണെങ്കിൽ 2800 കൊടുക്കാം. 2800. ഇപ്പോൾ നമ്മൾ പറഞ്ഞൊക്കെ റീഫർബിഷൻ പ്രൈസ് ആണ്. ഓക്കെ, അത് ഇതേപോലെ തന്നെ വാറണ്ടി വരുന്ന റീഫർബിഷൻ ആണ് കേട്ടോ. ഓക്കെ, വാറണ്ടി ഇന്റർനാഷണൽ. ഓക്കെ, അടുത്ത് നമുക്ക് പറയുന്നുണ്ടോ? പിന്നെ എയർപോർട്സ് Pro 3 കൊടുത്താലോ? എയർപോർട്സ് Pro 3 കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് 17 സീരീസിന്റെ പ്രൈസ്. 17 സീരീസിന്റെ പ്രൈസ് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഇപ്പം നിലവിലത്തെ പ്രൈസ് ഇപ്പം നമ്മൾ മാർക്കറ്റിൽ ലോഞ്ച് ആയിട്ട് എനിക്ക് തോന്നുന്നു 1 week 2 week ആവണുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം ഇപ്പം നിലവിൽ നല്ല പ്രൈസാണ്. അതായത് ഒഫീഷ്യൽ പ്രൈസിനെക്കാട്ടിയും ഹൈ ആണ് മാർക്കറ്റിലത്തെ പ്രൈസ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് അത് ചിലപ്പോൾ അഫോർഡബിൾ ആയെന്ന് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രൈസ് പറയാത്തത്. കാരണം ഒരുപാട് പേര് വന്ന് കമൻറ്റ് ഇടും, എന്നാൽ പിന്നെ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് എടുത്താൽ മതിയെന്നുണ്ട്. ആപ്പിൾ സ്റ്റോറിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങളിപ്പോൾ ഓർഡർ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ആയാലും 1 മാസം അല്ലെങ്കിൽ 1.5 മാസം ടൈം ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് കൊണ്ടാണ് ഇത് ഈ പ്രൈസിന് കൊടുക്കുന്നത്. കാരണം കിട്ടാനില്ല പ്രൈസ്. ഇനിയിപ്പോൾ ഇത് ആപ്പിൾ സ്റ്റോറിൽ അവൈലബിൾ ആയിക്കോട്ടെ, ഇത് നിങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിലുള്ളതിനെക്കാട്ടി പ്രൈസ് കുറവിൽ മാർക്കറ്റിൽ തരും സെയിം സാധനം. അതാണ് നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിനെക്കാട്ടി പ്രൈസ് കുറവിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ വേറെ കൺട്രീസിൻ്റെ വേരിയൻ്റ് ഉണ്ട് അല്ലേ.
HK, പിന്നെ US ഉണ്ട്, അങ്ങനെ പല കൺട്രീസിൻ്റെ വേരിയൻ്റ് വരുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിനെക്കാട്ടിയൊക്കെ ബെസ്റ്റ് പ്രൈസ് ചിലപ്പോൾ കിട്ടുന്നതായിരിക്കും. അതിൻ്റെ പ്രൈസാണ് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഉള്ളതിൽ നല്ല ബെസ്റ്റ് പ്രൈസിന് തന്നെ കൊടുക്കും അല്ലേ? മാർക്കറ്റിലെ ബെസ്റ്റ് പ്രൈസിന് കൊടുക്കും. അപ്പോൾ അതും നമ്മളിതിൽ ജസ്റ്റ് പറയാം. പിന്നെ പ്രൈസ് ഓരോന്ന് എടുത്ത് പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അത് നമുക്ക് ഇന്നത്തെ പ്രൈസ് ആവില്ല നാളെ, കാരണം ഓരോ മണിക്കൂർ കൊണ്ട് ഈ മാർക്കറ്റിലെ പ്രൈസ് മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ എങ്ങനെയായാലും ഒരാഴ്ച 2 ആഴ്ച ആൾക്കാർ ഇന്ന് കാണും. അപ്പോൾ കാണുന്നവരൊക്കെ പലരും ഇത് നമ്മളെ വീഡിയോയിൽ കണ്ട പ്രൈസ് അല്ലല്ലോ, അങ്ങനെ ഇവരോട് തർക്കിക്കാൻ നിൽക്കും. അപ്പോൾ അത് വേണ്ടല്ലോ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രൈസ് മെൻഷൻ ചെയ്തല്ല. ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത നമുക്ക് എയർപോർട്സ് 3 Pro കൊടുക്കാം. അതാണെങ്കിൽ നമുക്ക് 950 കൊടുക്കാം. 950 നമ്മൾ അതിന്റെ താഴത്തെ മോഡൽ കൊടുക്കാം. Pro 2 അതാണെങ്കിൽ 630 കൊടുക്കാം. 630. ഇനി നമ്മൾ എന്തെങ്കിലും പറയാനുണ്ടോ മോനെ? സാംസങ് ഉണ്ട്. ഇതൊക്കെ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പേരും കംപ്ലൈന്റ് ആവും. അത് സാംസങ് മക്കളെ വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ നിന്ന് തരംഗായിക്കൊണ്ടിരിക്കുകയാണ്, കാരണം വേറെ തന്നെ ലെവലാണ്. സംഭവം പറഞ്ഞ പ്രൈസോ? സാംസങ്ങിന് നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് പുതിയ മോഡൽ കൊടുക്കാം. S25 FE. ഓക്കെ, S25 FE 256 ആണെങ്കിൽ 2100 കൊടുക്കാം. 2100. ഓക്കെ, ഇതല്ല, ഇത് FE അല്ല, ഇത് S25 നോർമലാണ്. ഗാലക്സി S25 ആണ്. എഫിന്റെ പ്രൈസ് അപ്പോൾ നമ്മൾ പറഞ്ഞത്. പിന്നെ ഇത് കൊടുക്കാം നമുക്ക്. ഇതിന്റെ 128 ആണെങ്കിൽ 2085. ഓക്കെ, അടുത്ത നമുക്ക് ഇതിന്റെ 256 ആണെങ്കിൽ 2350 കൊടുക്കാം. 2350. അടുത്ത നമുക്ക് S25 പ്ലസ് അതിന്റെ പ്രൈസ് ആണെങ്കിൽ 256 2675 കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് S25 അൾട്ര പോവാം. S25 അൾട്ര ആണെങ്കിൽ രാജാവ് 3050. ഓൾ കളേഴ്സ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോൾ ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അതിൽ കുറയുന്നില്ല കൂടുന്നില്ല എന്ന രീതിയിൽ, അങ്ങനത്തെ രീതിയിലുള്ള പ്രൈസാണിത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പ്രൈസ് കുറയുന്നുള്ളത്. പക്ഷെ ഇത് അങ്ങനെ കുറയില്ലല്ലോ, ആ ഒരു ലെവലിൽ നിൽക്കുന്ന പ്രൈസാണ്. പക്ഷെ എന്നാലും ബെസ്റ്റ് പ്രൈസ് തന്നെയാണ് ഇത്. മാർക്കറ്റിലെ ബെസ്റ്റ് പ്രൈസ് തന്നെയാണ്. അടുത്ത നമുക്ക് പിന്നെ അതിന്റെ 512GB ആണെങ്കിൽ 3550 കൊടുക്കാം. 3550. അടുത്ത നമുക്ക് അതിന്റെ 1TB ആണെങ്കിൽ 4450. അടുത്ത 24 അൾട്ര 256. അതിന്റെ പറയണം മാർക്കറ്റില് ഡിമാൻഡും ആണ്, ഇപ്പൊ വരുന്നില്ല. സ്റ്റോക്ക് പ്രൈസ് കൂടുതലാണ്. ഓക്കെ, അപ്പം വേണ്ടവർക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ കൊടുക്കാം. ഓക്കെ, അത് ബെറ്റർ. ഓക്കെ, അടുത്ത നമുക്ക് Fold 7 256 കൊടുക്കാം. 5200. 5200 TR വേർഷൻ ആണ്. പിന്നെ അറബിക് വേർഷൻ ഉണ്ട്, അതാണെങ്കിൽ 4800 കൊടുക്കാം. 4800 അറബിക് വേർഷൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് വാറന്റി ഉണ്ടാവില്ല. സംഭവം ഒഫീഷ്യൽ സാംസങ്ങിന്റെ സാധനം തന്നെയാണ്. പക്ഷെ എന്നാലും വാറന്റിന്റെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് കുഴപ്പമില്ല. സാംസങ്ങിന്റെ ഒഫീഷ്യൽ സ്റ്റോക്ക് വേണമെങ്കിൽ 5200 വരും. ഓക്കെ, TDR ഒഫീഷ്യൽ സ്റ്റോക്ക്. നിങ്ങൾ നാട്ടിലൊക്കെ പോവുകയാണ്, അതേപോലെ തന്നെ ഇങ്ങോട്ട് റിട്ടേൺ വരാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങി പോവാം. അപ്പോൾ ഇവിടുത്തെ വാങ്ങിക്കൊണ്ടു കഴിഞ്ഞാലും കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും വാറന്റി കിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അടുത്ത നമുക്ക് അതിന്റെ 512GB ആണെങ്കിൽ 5650 കൊടുക്കാം. 5650 ബെസ്റ്റ് പ്രൈസ്. അതിന്റെ 1TB ആണെങ്കിൽ 6450 കൊടുക്കാം. 6450. അടുത്ത നമുക്ക് പിന്നെ ഫ്ലിപ്പ് 7 256. ഓക്കെ, മടക്കുന്നത് TDR വേർഷൻ ആണ്. 3125. അടുത്ത അതിന്റെ 512GB ആണെങ്കിൽ 3475. ഇനി അതിന്റെ 1TB ഉണ്ട്, അത് ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് വാട്സ്ആപ്പ്. ഓക്കെ, 6 ഉണ്ട്, 5 ഉണ്ട്. പിന്നെ 6 ആണെങ്കിൽ 256 3975 കൊടുക്കാം. ഓക്കെ, അതിന്റെ 5 ആണെങ്കിൽ Fold 5 256 ആണെങ്കിൽ 3750. പിന്നെ നമുക്ക് ഫ്ലിപ്പ് 6 കൊടുക്കാം. നമുക്ക് 256 2400 കൊടുക്കാം. ഓക്കെ, അതിന്റെ 512GB ആണെങ്കിൽ 2650. ഓക്കെ, അടുത്ത നമുക്ക് കഴിഞ്ഞു. ഓക്കെ, സാംസങ് ഒക്കെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. സാംസങ്ങിൽ പിന്നെ നമ്മൾ ഈ കൺട്രി അതുണ്ട് ഈ കൺട്രി ഉണ്ട് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒരേ കൺട്രിയാണ് ഇപ്പോൾ TDR ആണ് സെല് ചെയ്യുന്നത്. മറ്റേത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തു അല്ലേ? എല്ലാം. ഓക്കെ, ഇനി നമ്മളിതിൽ കാണിക്കാത്തൊരു മോഡലുണ്ട്. അതായത് നമ്മുടെ ഗൂഗിൾ പിക്സലിൻ്റെ 7 സീരീസ്, അതുപോലെ തന്നെ 10 സീരീസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓഫറിന് കൊടുക്കും. അത് ഈ ഒരു ഓഫർ ഈ ഒരു വീഡിയോയിൽ പറയാൻ പറ്റാത്ത ബെസ്റ്റ് ഡീലിന് കൊടുക്കുന്നതായിരിക്കും. ആ ഒരു ഓഫർ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കണമല്ലോ എന്ന് കരുതിയിട്ടൊരു നിങ്ങൾക്കൊരു ആകാംക്ഷ ആയിക്കോട്ടെ വെച്ചിട്ടാണ് നമ്മൾ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങളത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതായിരിക്കും. അജാതി പ്രൈസിനാണ് കൊടുക്കുന്നത് അല്ലേ? ബെസ്റ്റ് പ്രൈസ്.